കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധ സമരത്തിൽ പാർലമെന്റ് നടപടികൾ ഇന്നും പ്രക്ഷുബ്ധമാകും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. രാജി ആവശ്യം ശക്തമാകുന്നതിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രംഗത്തെത്തി. രാഹുലും കോൺഗ്രസും വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്നാണ് വിമർശനം. ബി ബാലഗോപാലുണ്ട് വിവരങ്ങളുമായി. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. രാജ്യതലസ്ഥാനം കുറച്ച് ദിവസങ്ങളായി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ശബ്ദവും ബഹളവും ഒക്കെയാണെന്ന് നമുക്കറിയാം, പ്രക്ഷുബ്ധമാണ്. അതുപോലെ തന്നെ സഭയും ഇന്നും രാജി ആവശ്യപ്പെട്ട് സഭ ബഹളമയമാകാനാണ് സാധ്യത, അല്ലേ? മോദി, ഗുഡ് മോർണിംഗ്. ഇന്നും ഈ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ സമരം ശക്തമാക്കുവാനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടത്തിയ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമങ്ങൾ, ആ വിഷയം സഭയിൽ ഉന്നയിക്കുവാനും പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല. ആ ആവശ്യം ശക്തമായി ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റ് നടപടികൾ ഇന്നും പ്രക്ഷുബ്ധമാക്കുവാനാണ് ഇന്നും പാർലമെന്റിന്റെ ഇരു സഭകളിലും ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തുവാനാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സഭാ നടപടികൾ സ്വാഭാവികമായും പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാവിലെ ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട കക്ഷികളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിലായിരിക്കും ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റിൽ സ്വീകരിക്കേണ്ട പ്രതിഷേധ നടപടികൾക്ക് അന്തിമ രൂപം നൽകേണ്ടതായുള്ളത്. ഏതായാലും സഭയ്ക്കകത്തും പുറത്തും ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സമരം കൂടുതൽ ശക്തമാകുകയാണ്. പാർലമെന്റിനുള്ളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള തങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ ഇവിടെ ജന്തർ മന്ദിറിൽ ഈ CJPയുടെ പ്രതിഷേധ സമരവും അതിശക്തമായി തന്നെ തുടരുകയാണ്. രാവിലത്തെ കാഴ്ച നമുക്ക് കാണാം. ചെറിയ മഴ ഡൽഹിയിലുണ്ട്. എന്നാൽ ആ മഴ പോലും അവഗണിച്ചുകൊണ്ട് ഈ രാവിലെ വരും നിരവധി CJP പ്രവർത്തകരാണ് ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സമരം വീണ്ടും ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ CJP എത്തിയിട്ടുള്ളത്. പല ദേശീയ പാർട്ടികളുടെയും പല രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തുന്നുണ്ട്. ഇന്നലെ രാത്രി ഉദ്ധവ് താക്കറെ എത്തിയിരുന്നു. മമതാ ബാനർജി, പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഡൽഹിയിൽ ഇന്നും ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഈ സമരങ്ങൾ, ഇന്നലെ രാത്രിയും ചില അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ഡൽഹിയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഈ പാർലമെന്റിന്റെ സമീപ പ്രദേശത്തൊക്കെ ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് പോലീസ് വലിയ ബന്ദോബസ്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം CJP പ്രവർത്തകർക്ക് പുറമെ കോൺഗ്രസ് പ്രവർത്തകരും ഇന്ന് പ്രതിഷേധ മാർച്ചുകളൊക്കെ സംഘടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹിയിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ പ്രമുഖ നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പലപ്പോഴായി എത്തിയിരുന്നു. ഇന്നും അത്തരത്തിൽ ആരുടെങ്കിലും സാന്നിധ്യമൊക്കെ ശ്രദ്ധേയമായിരിക്കും. ഒരു തൂക്കണൊക്കെ എടുത്തു മോത്തി. തീർച്ചയായും ഈ പല ദേശീയ നേതാക്കളും പല രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കളുമൊക്കെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് രാവിലെ ഈ സമരവേദിയിലെ കുറച്ച് ചിത്രങ്ങളും ദൃശ്യങ്ങളും കൂടി കാണാം. ഈ CJP പ്രവർത്തകർ ഈ രാവിലെ ഈ ഭാഗമെല്ലാം ഇപ്പോൾ തൂത്ത് വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ CJPയുടെ വോളണ്ടിയർമാർ ഈ ഓരോ ദിവസവും രാവിലെയും വൈകിട്ടുമൊക്കെ ഇങ്ങനെ ഈ മേഖലയിൽ അതായത് ഈ സമരം നടക്കുന്ന ഈ മേഖലയിലെ ഈ ചപ്പുചവറുകളൊക്കെ നീക്കുന്ന ഒരു ഇതുണ്ട്. ഇതിന് പുറമെ ഈ രാത്രിയൊക്കെ നിരവധി പേരാണ് ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ ജന്തർ മന്ദിറിൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട
മറ്റ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ രാവിലെ തന്നെ നിരവധി പേരാണ്, ഏതാണ്ട് 500-ലധികം പേർ ഇതിനോടകം തന്നെ ഈ CJPയുടെ സമരം നടക്കുന്ന ജന്തർ മന്ദറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പാർലമെന്റ് സമ്മേളനവും നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ചില പ്രതിപക്ഷ നേതാക്കൾ ഇന്ന് ഈ സമരവേദി സന്ദർശിച്ചേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ എത്താൻ ഉള്ള സാധ്യതയുണ്ട്. മമതാ ബാനർജി ഇന്നലെ ബംഗാളിൽ ഒരു ചടങ്ങിൽ സംസാരിക്കവേ താൻ ഡൽഹിയിലെ ജന്തർ മന്ദറിലെ സമരവേദിയിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ CJP ഏതായാലും ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, ജന്തർ മന്ദറിൽ മാത്രമാണ് തങ്ങളുടെ സമരം ഒതുങ്ങി നിൽക്കുന്നത്, മറ്റു മേഖലകളിലേക്ക് തങ്ങൾ വ്യാപിപ്പിച്ചിട്ടില്ല എന്നതാണ്. കാരണം ഡൽഹിയിലെ ചില മേഖലകളിലേക്ക് ഇന്നലെ രാത്രിയുമൊക്കെ സംഘർഷമുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിലാണ് CJP ഈ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഏതായാലും ജന്തർ മന്ദർ രാവിലെ തന്നെ വളരെ സജീവമാണ്. ഈ 500-ലധികം വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ഇതിനോടകം തന്നെ ഇപ്പോൾ ഈ സമരവേദിയിൽ അല്ലെങ്കിൽ സമരം നടക്കുന്ന ജന്തർ മന്ദറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പാർലമെന്റ് നടപടികൾ കൂടി ആരംഭിക്കുന്നതോടുകൂടി സഭയ്ക്ക് അകത്തും സഭയ്ക്ക് പുറത്തും ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം കൂടുതൽ ശക്തമാകുവാനാണ് സാധ്യത. തുടർച്ചയായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3-ാം ദിവസവും പാർലമെന്റ് നടപടികൾ ഇന്നും സ്തംഭിക്കുവാനാണ് സാധ്യത. ശരി.